ഫേവറേറ്റ് സ്പേസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന കോർട്ട്യാർഡ് ഞാൻ പറയാം. എൻ്റെ ഈ ഓപ്പൺ സ്പേസ് ഒരു ഗ്രീനറി ഒക്കെ ഉള്ള അവിടെയാണ് ഞാൻ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കാറുള്ളൊരു സ്പേസ്. അതായത് ഒരു ഔട്ട്ഡോർ ഒരു ഗ്രീനറിയും കാര്യങ്ങളും എല്ലാം. പിന്നെ ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു നേരത്തെ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ലൈറ്റിംഗ്. ഇവിടെ ഞാൻ ഡബിൾ ഹൈറ്റിൽ ഞാനൊരു സർക്കിൾ ഡ്രം ലൈറ്റിംഗ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് റോസ് സിൽക്കാണ് ഞാൻ എൻ്റെ ഫാബ്രിക്കായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ അടിയിൽ ആക്രിലിക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ യൂസ് ചെയ്തിരുന്ന ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ള ലെപ്പാറ്റോ ഫിനിഷ് എന്ന് പറയും ഈ ഒരു ടൈൽ. പിന്നെ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഗാർഡനിലോട്ട് ഇറങ്ങാനുള്ള സ്ലൈഡിങ് വിൻഡോസിൻ്റെയൊക്കെ മെറ്റീരിയൽസ് ഞാൻ യൂസ് ചെയ്തേക്കുന്ന UPVC ആണ്. അത് എൽ ജി കമ്പനിയുടെ UPVC വിൻഡോസാണ്. പിന്നെ ചിലയിടത്ത് അലുമിനിയം ഫിക്സഡ് ഗ്ലാസ് ഒക്കെ വരുന്നിടത്ത് ഞാൻ അലുമിനിയമാണ് യൂസ് ചെയ്തേക്കുന്നത്. അലുമിനിയം പ്രൊഫൈലാണ് യൂസ് ചെയ്തേക്കുന്നത്, പൗഡർ കോട്ടഡ്. പിന്നെ ലൂവേഴ്സ് ആണെങ്കിലും അലുമിനിയം ലൂവേഴ്സാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പൗഡർ കോട്ടഡ് അലുമിനിയം ലൂവേഴ്സ്, അതായത് ഈ സർക്കുലേഷന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ കൂടുതലും LED ലൈറ്റ്സാണ് ഞാനിവിടെ എല്ലാം യൂസ് എനർജി കുറച്ചും കൂടെ കുറവ് എടുക്കത്തുള്ളത്, എനർജി എഫിഷ്യൻ്റാണ്. സോ അതാണ് ഞാൻ കുറേ കൂടി LED ലൈറ്റ്സാണ് ഞാൻ പ്രിഫർ ചെയ്തിട്ടുള്ളത്. പിന്നെ പകലങ്ങനെ ലൈറ്റിൻ്റെ ആവശ്യം വരാറില്ല, എന്നുവെച്ചാൽ നല്ല വെട്ടമുണ്ട്, രാത്രി മാത്രമേ ആവശ്യം വരാറുള്ളൂ. പിന്നെ ഇവിടെ കയറി വരുമ്പോൾ ആദ്യമേ തന്നെ ഒരു ലിവിങ് റൂമാണ്, ഫോമൽ ലിവിങ് റൂം. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഫാമിലി ലിവിങ് റൂമുണ്ട്. അത് ഒരു ഇൻഫോർമൽ സ്പേസ്, കുറച്ചും കൂടെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്പേസ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. ഡൈനിങ് സ്പേസും ഇൻഫോർമൽ ലിവിങ് കൂടെ ഒരു ഹാള് പോലെ ഇരിക്കും. ഞാൻ ഈ വീട് ഡിസൈൻ ചെയ്തത് ഒരു കണ്ടംപററി സ്റ്റൈൽ ഒന്ന് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു. ഇപ്പോൾ സ്വന്തമായിട്ടൊരു വീട് ഡിസൈൻ, നമ്മുടെ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ സ്പേസ്, അതായിരുന്നു എൻ്റെ ഒരു മെയിൻ കോൺസെപ്റ്റ്. ഇപ്പോൾ നമുക്ക് ഈ വീട്ടിൽ നോക്കുമ്പോൾ നമ്മുടെ ഭിത്തികൾ കുറവാണ്, അതായത് ഓപ്പണായിട്ട്, അതായത് നമുക്കൊരു റൂമിലിരുന്ന് നമുക്ക് എല്ലായിടത്തും ആക്സസിബിൾ ആയിരിക്കണം. പിന്നെ ഒരു ഡബിൾ ഹൈറ്റ് അങ്ങനെ കൊടുത്ത് നമുക്കൊരു എയറി ആയിരിക്കണം, നല്ലൊരു കാറ്റും വെളിച്ചവും എല്ലാം നമുക്കുണ്ടാകണം. അതായിരുന്നു എൻ്റെ മെയിനായിട്ടുള്ളൊരു കോൺസെപ്റ്റ്. പിന്നെ അതുപോലെ തന്നെ സ്ക്വയർ ഷേപ്പ് ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും, ഫുൾ സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഒരു കർവ്ഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറേ വേസ്റ്റേജ് ഓഫ് സ്പേസ് ഉണ്ടാവും. അപ്പോൾ അതിനേക്കാളും നല്ലത് നമുക്കൊരു സ്ക്വയറൊക്കെ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു സ്ക്വയർ ഷേപ്പ് എടുത്തത്. പിന്നെ ഒരു ഫ്ലാറ്റ് റൂഫ് ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എവിടെ നോക്കിയാലും ഒരു സ്ലോപ്പ് റൂഫാണ് എല്ലായിടത്തും കാണുന്നത്. അപ്പോൾ അതിനൊരു ചേഞ്ചായിട്ട് നമുക്ക് ഫ്ലാറ്റ് റൂഫിൽ എങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാമെന്ന് ചിന്തിച്ചപ്പോഴാണ് ഞാനൊരു ഓപ്പൺ ടൈപ്പ് ഒരു കോൺസെപ്റ്റിലോട്ട് വന്നത്. പിന്നെ അതുപോലെ തന്നെ കളർ കോമ്പിനേഷൻ എനിക്ക് കണ്ണിന് കുറച്ചുകൂടെ പ്ലീസിങ് ആയിട്ടൊരു ഡൾ കളർ അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ് ആൻഡ് ഡൾ ഒരു കളറാണ് ഞാൻ ചൂസ് ചെയ്തത്. അതായത് ഗ്രേ ആയിട്ടൊരു ഡൾ കളറും വൈറ്റാണ് ഒരു ബ്രൈറ്റ്. ഇപ്പോൾ കയറി കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന പോലെ. അതായിരുന്നു ഞാൻ ഈ കളർ ചൂസ് ചെയ്യാൻ കാരണം. പിന്നെ കുറച്ചൊരു ഗാർഡൻ ഉണ്ടാവണം, നമുക്ക് വീട്ടിലിരുന്നാലും നമുക്ക് ഗാർഡൻ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഒരു പ്രൈവറ്റ് സ്പേസ് പോലെ. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോഴാണ് ഞാൻ ഈ ഒരു പ്രൈവറ്റ് ഗാർഡൻ പോലത്തെ ഒരു കോൺസെപ്റ്റിലും വന്ന് എത്തിയത്. അതായത് നമ്മുടെ ബെഡ്റൂമിലാണെങ്കിലും ലിവിങ് റൂമിലാണെങ്കിലും ഡൈനിങ് ഹാളിലാണെങ്കിലും നമുക്ക് നമ്മുടെ ഈ ഗാർഡൻ ഒന്നും കാണാം, സെൻട്രലി എവിടെ ഇരുന്നാലും നമുക്കിത് കാണാൻ പറ്റണം. അതായിരുന്നു എനിക്ക് ഉണ്ടായിരുന്ന വേറൊരു ആശയം. പിന്നെ നോക്കുവാണെങ്കിൽ എനിക്ക് മെയിനായിട്ട് സിമ്പിളായിട്ടുള്ള കളേഴ്സായിരുന്നു കൂടുതൽ താല്പര്യം. വൈറ്റ് അല്ലെങ്കിൽ വൈറ്റിൻ്റെ കൂടെ വുഡൻ ഒരു കോമ്പിനേഷൻ, അങ്ങനത്തെ ഒരു
സിമ്പിൾ കളേഴ്സായിരുന്നു എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ ഫേർണിച്ചേഴ്സ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം കുറച്ചും കൂടെ ലൈറ്റായിട്ടുള്ള കളേഴ്സ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ലൈറ്റിംഗ് ആണെങ്കിൽ തന്നെ ഞാൻ ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് ആണ് ഞാൻ കൊടുക്കാൻ നോക്കിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമുക്ക് ഒരു ഡയറക്റ്റ് ലൈറ്റ് സോഴ്സ് അടിച്ച് നമ്മുടെ കണ്ണിനൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകാത്ത രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ലൈറ്റിംഗ്, അതായത് ഒരു സോഫ്റ്റ് ലൈറ്റിംഗ് എന്ന് പറയാം, അങ്ങനെയാണ് ഞാനത് പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ ഞാൻ അതുപോലെ തന്നെ ഇവിടെ എല്ലായിടത്തും ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് വീട് അടച്ചിട്ടാലും നമുക്ക് അകത്തൂടെ കാറ്റ് കയറി ഇറങ്ങും. അതായത് ഡബിൾ ഹൈറ്റിൽ നമ്മൾ ലൂവേഴ്സ് കൊടുക്കുമ്പോൾ നമ്മുടെ ഹോട്ട് എയർ ലൈറ്ററാണ്, അതായത് അത് മുകളിലോട്ട് പൊങ്ങിപ്പോവും. അപ്പോൾ മുകളിൽ നമ്മൾ ലൂവേഴ്സ് കൊടുക്കുമ്പോൾ ആ ഹോട്ട് എയറിനൊരു മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഹോട്ട് എയർ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിൽക്കത്തില്ല, അതങ്ങ് പാസ് ചെയ്ത് അങ്ങ് പൊക്കോളും. അതാണ് ഞാൻ വീട്ടിൽ കുറേ ലൂവേഴ്സ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഞാൻ എൻ്റെ നമ്മുടെ വീട്ടിൽ മാസ്റ്റർ ബെഡ്റൂമാണ്, ഒരു ബെഡ്റൂമേ താഴെയുള്ളൂ, ഒരു മാസ്റ്റർ ബെഡ്റൂം മാത്രം. ആ ബെഡ്റൂമിൽ നോക്കിയാൽ നമുക്ക് കോട്ടേറ്റിലേക്ക് ഒരു വ്യൂ ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് കയറിയാലൊരു ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂമിനകത്തൊരു കോട്ടേറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ പുറയിലായിട്ട്. പിന്നെ ഉള്ളത് 2 ബെഡ്റൂം മുകളിൽ, അതും ഇത് ഈ സെയിം സൈസ് തന്നെയാണ് ഞാൻ കൊണ്ടുപോയിട്ടുള്ളത്, സെയിം സൈസ് തന്നെ ഫോളോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ ഉള്ളത്. അത് ഡൈനിങ് ഹാളിൻ്റെ അവിടെ നോക്കി കഴിഞ്ഞാൽ കിച്ചൺ ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അതൊരു സിമ്പിളായിട്ടുള്ളൊരു വെസ്റ്റേൺ ടൈപ്പ് ഓഫ് കിച്ചണാണ്. അതുകൂടാതെ തന്നെ പുറകിലൊരു വർക്ക് ഏരിയയും കൂടെ ഉണ്ട്. 2 കിച്ചണാണ് മെയിനായിട്ടുള്ളത്. പിന്നെ സ്റ്റെയർ കേസ് ഒരു ഡബിൾ ഹൈറ്റാണ്. അവിടെ ഒരു നടുക്കൊരു ആർട്ടിഫിഷ്യൽ കോർട്ട്യാർഡ് പോലെ അവിടെയും ഞാനും കൊടുത്തിട്ടുണ്ട്, ഒരു പെബിൾസും പിന്നെ ആർട്ടിഫിഷ്യൽ പ്ലാന്റും കാര്യങ്ങളൊക്കെ. പിന്നെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻറ്റ് റൂം കാര്യങ്ങളും അവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്.